ഹായ് ഓൾ. നമ്മൾ ഈ ഒരു വീഡിയോയിനകത്ത് നമ്മൾ ചാപ്റ്റർ 2 ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഓഡിറ്റിംഗ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ? ചാപ്റ്റർ 2 ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റിംഗ്. ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് നമുക്കിതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഇൻട്രൊഡക്ഷൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ്, ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഓർഗനൈസേഷൻ. ഈ ഓഡിറ്റിൻ്റെ ക്ലാസിഫിക്കേഷനിൽ തന്നെ ഇതിനകത്ത് ക്ലാസിഫിക്കേഷൻസിലാണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഓർഗനൈസേഷൻ, ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻ, ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് പ്രാക്ടിക്കൽ അപ്രോച്ച്, ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഓഡിറ്റ് ഡയമെൻഷൻ. ഇത്രയാണ് വരുന്നത്. പിന്നെ അതിനകത്ത് വരുന്ന ഒരു കൺക്ലൂഷനും കീവേഡ്സും ക്വസ്റ്റ്യൻസും ഇതൊക്കെയാണ്. ഓക്കെ ആണോ? സോ മെയിനായിട്ട് ആദ്യത്തെയാണ് ഒബ്ജക്റ്റീവ്സ്. അതായത് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റിംഗ് എന്ന ചാപ്റ്ററിൽ വരുന്ന എന്തൊക്കെയാണ് മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ്. After studying this lesson, you would be able to understand the multi-dimensions of auditing and various classifications of auditing. ഓഡിറ്റിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ഡയമെൻഷൻസൊക്കെ ഏതൊക്കെയാണെന്നും ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ ആണോ? അടുത്തത് Introduction. Auditing is a multi-dimensional and comprehensive subject. Auditing is a multi-dimensional and comprehensive subject. An effective insight into the nature, Auditing is a multidimensional and comprehensive subject. An effective insight into the nature of auditing can be obtained by understanding the various types of audit which together constitute the auditing discipline. Auditing can be classified from various viewpoints. In this chapter, classification of audit will be discussed in detail. Classification of audit. And ഇനി നമ്മൾ ഓഡിറ്റിൻ്റെ ഇനിയാണ് ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ആണ്. ഓഡിറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെയാണ് എക്സാമിന് മസ്റ്റായിട്ട് ചോദിക്കുക കേട്ടോ. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ്. ഓക്കെ, ഓക്കെയാണോ? ഇതാണ്. An audit can be classified under different groups on different bases which are discussed in detail below. Classification on the basis of organization. ഒന്നാമത്തെ classification on the basis of organization ആണ്. Okay. Under this category, the audit is classified on the basis of nature of organization for which the audit work is undertaken. It includes following types. Audit required under law. അതായത് അണ്ടർ ദിസ് കാറ്റഗറി അതായത് ഓർഗനൈസേഷൻ്റെ ബേസിൽ ക്ലാസിഫിക്കേഷൻ എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, അണ്ടർ ദിസ് കാറ്റഗറി ദ ഓഡിറ്റ് ഈസ് ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് നാച്ചർ ഓഫ് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ നാച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓഡിറ്റ് റിക്വയർഡ് അണ്ടർ ലോ. ഒന്നാമത്തെ ഓഡിറ്റ് റിക്വയർഡ് അണ്ടർ ലോ, ഓഡിറ്റ് അണ്ടർ വോളണ്ടറി കാറ്റഗറി. അതിൽ ഓഡിറ്റ് റിക്വയർഡ് അണ്ടർ ലോ പ്രകാരം കമ്പനീസ് ഗവേൺഡ് ബൈ കമ്പനീസ് ആക്ട് 1956, ബാങ്കിങ് കമ്പനീസ് ഗവേൺഡ് ബൈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949, electricity supply companies governed by Electricity Supply Act 1948, cooperative society registered under the Cooperative Societies Act 1912,
Public and charitable trust registered under various religious and endowment acts. Corporation set up under an act, parliament or state legislative. Example, Life Insurance Corporation of India. Specified entities under various sections of Income Tax Act 1961. Government department or public utilities. Registered clubs or societies, etc. Registered under Society Registration Act 1960. ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓഡിറ്റ് റിക്വയർഡ് അണ്ടർ ലോ പ്രകാരം companies governed by Companies Act 1956, banking companies governed by Banking Regulation Act 1949, electricity supply companies governed by Electricity Supply Act 1948, cooperative societies registered under the Cooperative Societies Act 1912, public and charitable trust registered under various religious and endowment acts. Corporation set up under an act of parliament or state legislative. അതിൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വരും. സ്പെസിഫൈഡ് എൻറ്റിറ്റീസ് അണ്ടർ വേരിയസ് സെക്ഷൻസ് ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1961. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർ പബ്ലിക് യൂട്ടിലിറ്റീസ്. രജിസ്റ്റേർഡ് ക്ലബ്സ് ഓർ സൊസൈറ്റീസ് എക്സെട്ര രജിസ്റ്റേർഡ് അണ്ടർ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1960. ഓഡിറ്റ് അണ്ടർ വോളണ്ടറി കാറ്റഗറിയിൽ കാറ്റഗറി എന്ന് പറയുന്നതിനകത്ത് പ്രൊപ്രൈറ്ററി കൺസേൺ, പാർട്ട്ണർഷിപ്പ് ഫേം, HUF ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, നോൺ പ്രോഫിറ്റ് സീക്കിംഗ് ഓർഗനൈസേഷൻസ്. ഓഡിറ്റ് അണ്ടർ വോളണ്ടറി കാറ്റഗറി. ഓക്കെ, വോളണ്ടറി കാറ്റഗറിനകത്ത് പ്രൊപ്രൈറ്ററി കൺസേൺ, പാർട്ട്ണർഷിപ്പ് ഫേം, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, non-profit seeking organizations. ഈ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഓർഗനൈസേഷനിൽ ഓഡിറ്റ് ഈസ് നോട്ട് ലീഗലി ഒബ്ലിഗേറ്ററി ഫോർ ഓൾ ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസ്, എല്ലാ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷനിൽ നമ്മൾ ഓഡിറ്റ് ചെയ്യണമെന്ന് കമ്പൽസറി ആയിട്ട് പറയാനായിട്ട് പറ്റില്ല. So on the basis of organization structure, audit may not be of too broad category. Audit required under law പ്രകാരം ഒന്നാമത്തെ. ഓക്കെ, ഓഡിറ്റ് അതായത് ലോ പ്രകാരം കമ്പൽസറി ആയിട്ട് നമ്മൾ ഓഡിറ്റ് ചെയ്തിരിക്കണം എന്ന് പറയുന്നതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഒന്നാമത്തെ വരുന്നത്. അതിനകത്ത് ദിസ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് ഈസ് ആൾസോ നോൺ ആസ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. ഇങ്ങനത്തെ ടൈപ്സ് ഓഫ് ഓഡിറ്റിന് നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയാനായിട്ട് പറ്റും. ആൻഡ് ദ ഓർഗനൈസേഷൻ വിച്ച് റിക്വയർഡ് അണ്ടർ ലോ ആർ ആസ് ഫോളോസ്. ഓർഗനൈസേഷൻ വിച്ച് അണ്ടർ ലോ ആർ ആസ് ഫോളോസ്. ഒന്ന് കമ്പനി ഓഡിറ്റ്, ബാങ്ക് ഓഡിറ്റ്, ഇലക്ട്രിസിറ്റി കമ്പനി ഓഡിറ്റ്, കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ്, ട്രസ്റ്റ് ഓഡിറ്റ്. ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. അതിൽ ഒന്നാമത്തെയാണ് കമ്പനി ഓഡിറ്റ് എന്ന് പറയുന്നതാണ്. ഓക്കെ ആണോ? കമ്പനി ഓഡിറ്റ്. ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട് ഈസ് കമ്പൽസറി. Audit of accounts of companies registered under the Companies Act is compulsory. As the control of company is vested with the directors of company, the need of protection of interest of the shareholders arises. This introduction of the protection of interest of shareholders arises the introduction of Companies Act 1956, which outline the procedure of audit work, the different books of accounts maintained, rights, duties and liabilities of auditor was definitely a right step towards the protection of shareholders' interest over the company. കമ്പനി ഓഡിറ്റിൽ ഓക്കെ, അതായത് കമ്പനി ഓഡിറ്റ് എന്ന് പറയുന്നത് കമ്പനീസ്
registered under Companies Act is compulsory. കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത എല്ലാ കമ്പനീസുകളും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, നമ്മൾ ഓഡിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആസ് കൺട്രോൾ ഓഫ് ദ കമ്പനി ഈസ് വെസ്റ്റഡ് വിത്ത് ദ ഡയറക്ടേഴ്സ് ഓഫ് കമ്പനി. ദ നീഡ് for the protection of interest of shareholders arises. The Introduction of Companies Act 1956, which outline the procedure of audit work, the different books of accounts to be maintained, and our different books of accounts മെയിൻറ്റെയിൻ ചെയ്യും. അവരുടെ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, ലയബിലിറ്റീസ് ഓഫ് ഓഡിറ്റേഴ്സ് വാസ് ഡെഫിനറ്റ്ലി എ റൈറ്റ് സ്റ്റെപ്പ് ടുവേർഡ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഷെയർഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ് ഓവർ ദ കമ്പനി. അടുത്താണ് ബാങ്ക് ഓഡിറ്റ് എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ. ഓഡിറ്റ് റിക്വയർഡ് അണ്ടർ ലോ പ്രകാരം അതിൽ ഒന്നാമത്തെയാണ് കമ്പനി ഓഡിറ്റ് എന്ന് പറയുന്നതാണ്. രണ്ടാമത്തെയാണ് ബാങ്ക് ഓഡിറ്റ് എന്ന് പറയുന്നതാണ്. രണ്ടാമത്തെ ബാങ്ക് ഓഡിറ്റ്. ഓഡിറ്റ് ഓഫ് ബാങ്കിങ് കമ്പനി ഈസ് മെയ്ഡ് കമ്പൽസറി അണ്ടർ ദ statute since it is governed by the Banking Regulation Act 1949. And the objective of bank audit is not only to check the financial result, financial position, so far as its truth and fairness are concerned, but also to review whether the bank are engaging themselves in those companies which are given in the act only and as follow themselves in those business which are given in the act only or as following regulation to be operate the banking business as per the regulation given in the act. അതായത് ഓഡിറ്റ് ഓഫ് ബാങ്കിങ് കമ്പനി ഈസ് മെയ്ഡ് കമ്പൽസറി under the statute since it is governed by the Banking Regulation Act 1949 പ്രകാരമാണ് ഇത് ഓഡിറ്റ് ഓഫ് ബാങ്ക്സ് എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ടുള്ളത്. ഇതാണ് ഇലക്ട്രിസിറ്റി കമ്പനി ഓഡിറ്റ് എന്ന് പറയുന്നത്. ബാങ്ക് ഓഡിറ്റിൻ്റെ കേസിൽ 1949 പ്രകാരം ഇത് കമ്പൽസറി ആക്കിയിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ഓഫ് ബാങ്ക് ഓഡിറ്റ് ഈസ് നോട്ട് ഓൺലി ടു ചെക്ക് ദ ഫിനാൻഷ്യൽ റിസൾട്ട് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, നമ്മുടെ ഫിനാൻഷ്യൽ റിസൾട്ടോ ഫൈനാൻഷ്യൽ പൊസിഷനോ അറിയാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ബട്ട് ട്രൂത്ത് ആൻഡ് ഫെയർനെസ് ആർ കൺസേൺഡ്. നമ്മുടെ ട്രൂത്ത് ആൻഡ് ഫെയർനെസ് ഓഫ് എ കമ്പനി അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ട്രൂത്ത് ആൻഡ് ഫെയർനെസ് മനസ്സിലാക്കാൻ കൂടിയാണ്. ബട്ട് ആൾസോ റിവ്യൂ വെദർ ദ ബാങ്ക്സ് ആർ എൻഗേജിങ് ദംസെൽഫ് ഇൻ ദോസ് ബിസിനസ് വിച്ച് ഇൻ ദ ആക്ട് ഓഫ് ഫോളോയിങ് റെഗുലേഷൻസ് ഈസ് ഓപ്പറേറ്റിംഗ്. അതായത് ട്രൂത്ത് ആൻഡ് ഫെയർനെസ് മനസ്സിലാക്കാൻ മാത്രമല്ല, ഫിനാൻഷ്യൽ റിസൾട്ട് അറിയാൻ മാത്രമല്ല, നമ്മുടെ ട്രൂത്ത് ആൻഡ് ഫെയർനെസ് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്താണ് ഇലക്ട്രിസിറ്റി കമ്പനി ഓഡിറ്റ് എന്ന് പറയുന്നതാണ്. അണ്ടർ ലോ പ്രകാരം ഓഡിറ്റ് കമ്പൽസറി ആണ് എന്ന് പറയുന്നതിനകത്ത് നമ്മൾ കമ്പനി ഓഡിറ്റ്, ബാങ്ക് ഓഡിറ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അല്ലേ. അതാണ് ഇലക്ട്രിസിറ്റി ഓഡിറ്റ് എന്ന് പറയുന്നതാണ്. എന്താണ് ഇലക്ട്രിസിറ്റി കമ്പനി ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇലക്ട്രിസിറ്റി കമ്പനി ഓഡിറ്റിനകത്ത് ദ ഇലക്ട്രിസിറ്റി കമ്പനീസ് ആർ ഗവേൺഡ് ബൈ ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് 1948. 1948 ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് പ്രകാരമാണ് ഇലക്ട്രിസിറ്റി കമ്പനീസ് ഗവേൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ദാറ്റ് ആർ ടു ബി മെയിൻറ്റെയിൻഡ് ബൈ ഇലക്ട്രിസിറ്റി കമ്പനി ആർ ഗിവൺ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് provisions of said act. അതായത് the books of accounts that are to be maintained by electricity companies are given in the provision of the said act, and the auditor will examine the details of books of accounts and check the reliability of internal check system of the organization. The prescribed form for the presentation of accounts should be used as per the requirements of the Act. Cooperative Societies Act Audit. Audit of cooperative societies conducted by the Cooperative Department of the State Government or by the Registrar of Cooperative Societies as the case may be. Cooperative societies are
governed by Cooperative Societies Act 1912, which gives the detailed procedure of audit for the cooperative society. And these types of society have to be good number of financial transactions. So these types of organization has a statutory obligation to introduce audit for its better performance. അടുത്താണ് ട്രസ്റ്റ് ഓഡിറ്റ്. ബാങ്ക് ഓഡിറ്റ്, ഇലക്ട്രിസിറ്റി കമ്പനി ഓഡിറ്റ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഓഡിറ്റ് എങ്ങനെയാണ്? ഓക്കെ, അടുത്താണ് ട്രസ്റ്റ് ഓഡിറ്റ്. The income of the trusted properties is distributed by the trustees among the beneficiaries as per the trust deed. As the beneficiaries of trustees, the most of the cases do not know the technique of reading the books of accounts, and the chance of being defrauded by the trustees cannot be avoided. So these types of audit protect the beneficiaries of trusted properties against the possible losses by unscrupulous trustees. Trust audit is trusted properties distributed by the trustees among the beneficiaries. ഈ ട്രസ്റ്റി ബെനിഫിഷ്യറീസിൻ്റെ കേസിലൊക്കെയാണ് ട്രസ്റ്റ് അക്കൗണ്ടുകൾ അറൈസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഓർഗനൈസേഷൻ, ഓഡിറ്റ് റിക്വയർഡ് അണ്ടർ ലോ പ്രകാരം കമ്പനി ഓഡിറ്റ്, ബാങ്ക് ഓഡിറ്റ്, ഇലക്ട്രിസിറ്റി കമ്പനി ഓഡിറ്റ്, കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ്, ട്രസ്റ്റ് ഓഡിറ്റ്, ഇത്രയാണ് വരുന്നത്. ഓക്കെ, ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻസിൻ്റെ ബേസിൽ ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ.